വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ കഴിഞ്ഞ 2-2.5 മാസമായിട്ട് ഈ ചാനലിൽ ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ല. മെയിൻലി ഞാൻ ചൂട് സമയത്ത് അധികം ട്രാവൽ ചെയ്യാറില്ല. എന്തൊക്കെ പറഞ്ഞാലും ചൂടൊക്കെ ആണെങ്കിലും ഞാൻ 1-2 സ്ഥലത്തൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ബൈക്കിൽ തന്നെ. ഈവൻ മഴ പെയ്തപ്പോൾ പോലും കഴിഞ്ഞ മാസം കുമരകം വരെയൊക്കെ ഒരു ഗെറ്റ് ടുഗദറിനൊക്കെ പോകേണ്ടി വന്നു. സോ അതൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. കാരണം എല്ലാ ട്രാവലിലൊന്നും വീഡിയോ റെക്കോർഡ് ചെയ്യാനോ ഇതൊന്നും നടക്കാറില്ല. ഞാനിന്ന് ആക്ച്വലി തൃശ്ശൂർ വരെ പോവുകയാണ്. ഈ വണ്ടിക്ക് ഒന്ന് സർവീസ് ചെയ്യണം. സർവീസ് ടൈമായി. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ടയറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ബൈ ദ വേ ദിസ് ഈസ് ഫോർഡ് ഫിഗോ 2018 മോഡൽ, പെട്രോൾ മോഡലാണ്. ബാക്കിലൊരു മഹേന്ദ്രയുടെ മറ്റേ പുതിയ ബോൺ ഇലക്ട്രിക്കിൻ്റെ വണ്ടി വരുന്നുണ്ട്. ഏതാണ് 9 EV ആണെന്ന് തോന്നുന്നു. സ്ഥലം കൊടുക്കാം. ഓക്കെ. എൻ്റെ അമ്മ എന്തൊരു വലിപ്പം ഇത്. തമിഴ്നാട് രജിസ്ട്രേഷനാണ്. ഓക്കെ. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, മോട്ടോർ സൈക്ലിങ്ങിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾസ് ഞാൻ ഓൺ ചെയ്ത ഒരു സ്റ്റോറിയാണ്. ബേസിക്കലി ഈ ഒരു വീഡിയോ ഇടുമെന്ന് തന്നെ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഞാൻ ചുമ്മാ കുറച്ച് ദൂരം ഡ്രൈവ് ഉണ്ടല്ലോ, അപ്പോൾ ഞാനൊന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്. ഞാൻ ഫസ്റ്റ് വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് വലിയ കാലമൊന്നും ആയിട്ടില്ല. ഒരു 2016-15 ആ കാലഘട്ടത്തിലാണ് ഞാൻ വണ്ടി ഓടിക്കാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് അറ്റംപ്റ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ 2011 അല്ലെങ്കിൽ 2012 കാലഘട്ടത്തിലൊക്കെയാണ് ഞാൻ എൻജിനീയറിങ് തമിഴ്നാട് വെച്ച് പഠിക്കുന്നത്. സോ ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു സുസുക്കി സമുറായെന്ന് തോന്നുന്നു, അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അതിൽ പെട്രോളൊക്കെ കുറവായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, വണ്ടി ഒന്ന് ഗിയറൊക്കെ ഇട്ടിട്ട് 1 കിലോമീറ്ററിൽ കുറവൊക്കെ ഞാൻ ഒന്ന് ഓടിക്കാനൊക്കെ ശ്രമം. എനിക്കത് എന്താ പറയുക, വണ്ടി ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ബട്ട് ആ സമയത്ത് എനിക്ക് സൈക്കിളും ഉണ്ടായിരുന്നു. അതൊന്നൊരു ബൈക്കിലേക്ക് മാറുന്ന സമയത്ത് ആ വെയിറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് അത്രയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനധികം റിസ്ക് എടുത്തില്ല. കയ്യിൽ നിന്ന് വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോകും. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല. സോ അതാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് മുമ്പും അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്കൂട്ടറുകളൊക്കെ ഓടിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒരാൾ പുറകെ ഇരുന്നിട്ട് ജസ്റ്റ് കൺട്രോൾ മാത്രം തരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും വണ്ടി ഓടിക്കാൻ പഠിച്ചത് പൂനെ വെച്ചിട്ടാണ്. പൂനെയിലാണ് എൻ്റെ ഫസ്റ്റ് ജോബ് ഉണ്ടായിരുന്നത്. സോ പൂനെയിൽ വെച്ച് എൻ്റെ റൂംമേറ്റ് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ്റെ തന്നെ ഒരു സ്പ്ലെൻഡർ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സമയത്ത് എനിക്ക് ഒരു പോയിന്റിൽ എനിക്ക് വണ്ടി എങ്ങനെ ഓടിക്കേണ്ട ആവശ്യം വന്നു. അപ്പോൾ ആക്സിഡൻ്റലി ആണെങ്കിലും സോ അവൻ്റെ ആ സ്പ്ലെൻഡറിലാണ് ഞാൻ ചെറുതായിട്ട് വണ്ടി ഓടിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ആ കോളേജ് ടൈമിലുള്ള അതേ ഒരു ഇത് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടി ഭയങ്കര വെയിറ്റ് ആയി തോന്നി, എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആദ്യം. എനിക്ക് തോന്നുന്നു സ്പ്ലെൻഡറിൻ്റെ ഗിയർ മറ്റൊരു ഇതുപോലെയാണ്. നമ്മളുടെ ഉള്ളതിലും ഫ്രണ്ടിൽ മാത്രമല്ല ലിവറുള്ളൂ. സ്പ്ലെൻഡറിൽ ഫ്രണ്ടും ബാക്കിനും ഉണ്ട്. അപ്പോൾ നമുക്കതിങ്ങനെ ആ ഒരു ഇത് ഇട്ട് പഠിക്കാൻ ചെറുതായിട്ടൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ വേറെ സ്ഥലത്തേക്ക് ഒരു 10-15 കിലോമീറ്റർ ആ വണ്ടിയും കൊണ്ട് പോയത്. കാരണം അതൊക്കെ ഒരു ഭയങ്കര ദൂരമായിട്ടൊക്കെ എനിക്ക് തോന്നിയത്. 15 കിലോമീറ്റർ 10 കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ അവിടത്തുള്ള കമ്പനിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 4 ദിവസം വർക്ക് ചെയ്യേണ്ടതുള്ളൂ. ഓൾമോസ്റ്റ് 10 to 12 hours ആണ് വർക്ക്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. 3 ദിവസം ഓഫ്. ഈ 4 ദിവസം എന്ന് പറയുന്നത് നമ്മൾ മോർണിംഗ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ട്. ബേസിക്കലി ഞങ്ങൾ ഒരു ഷിഫ്റ്റ് ബേസ്ഡ് സംവിധാനത്തിലാണ് വർക്ക് ചെയ്യാറ്, IT ആയതുകൊണ്ട്. അതിൽ മോർണിംഗ് ഷിഫ്റ്റിൽ ഒക്കെ വരുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ ഇറങ്ങേണ്ടി വരും. ഒരു 6 മണിക്കൊക്കെങ്കിലും അവിടെ എത്തണം. അപ്പോൾ ഞാൻ 6 മണിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബസ് കിട്ടാൻ തന്നെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മുമ്പെങ്കിലും ബസ് കിട്ടണം. അതിന് മുമ്പ് എണീച്ച് റെഡിയാവും വേണം. ഈ പൂനെയിലത്തെ കാലാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളുണ്ട്, അതായത് ഒരു പീക്ക് വിൻ്റർ ടൈമുണ്ട്. എൻ്റെ അമ്മ എണീക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എണീക്കാൻ തോന്നുന്നതില്ല. അപ്പോൾ അങ്ങനെ ഒരു സമയം വന്നപ്പോൾ പല ദിവസങ്ങളും ഉറക്കം മതിയാവുന്നില്ല. ഈവൻ ഉറങ്ങിയാൽ തന്നെ ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പലപ്പോഴും ഓഫീസിൽ പോകാനൊക്കെ ഭയങ്കര മടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പല ടൈമിലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആലോചിച്ചു, അതൊന്നാ പിന്നെ ഒരു വണ്ടി എടുത്താലോ.
കാരണം ഞാൻ ഓൾറെഡി വണ്ടി ഓടിക്കാൻ പഠിച്ചു. പിന്നെ അതുമാത്രമല്ല ഞാൻ റൂം ഷിഫ്റ്റ് ആവുകയും ചെയ്തു. ഞങ്ങളപ്പോൾ 4 പേരുണ്ട് റൂമിൽ. അപ്പോൾ ആ ഒരു വണ്ടി ഉള്ളൂ. എവിടേക്കെങ്കിലുമൊക്കെ ചെറുതായിട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പോലും ഒരു വണ്ടിയിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വണ്ടിയും കൂടി വേണം. ഒരാൾ ബാക്കിൽ ഇരുന്ന വണ്ടി ഒരാൾ വണ്ടി ഓടിക്കാമല്ലോ. ഞാനപ്പോൾ ഡിസിഷൻ എടുത്തു, എന്തായാലും എനിക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കണം, പിന്നെ എനിക്ക് വണ്ടി ഒരെണ്ണം വാങ്ങണം എന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് വണ്ടി വാങ്ങുകയാണ്. അതൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, ഹീറോ ഹോണ്ടയുടെ ഹങ്ക്. അത് 2010 മോഡലാണെന്ന് എൻ്റെ ഒരു ഇത്. നല്ല വണ്ടിയായിരുന്നു അത്യാവശ്യം. വണ്ടി നോക്കിയെടുത്താണ്, കാരണം അടുത്തുള്ള ഒരു ലോക്കലിൻ്റെ ഇതൊന്നും തന്നെയാണ് വാങ്ങിച്ചത്. സോ അത് നല്ലൊരു ഡീലായിട്ട് ഞങ്ങൾക്ക് തോന്നിയപ്പോഴാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഒരു 32,000 രൂപ എന്തോ ആണ് ഞാൻ കൊടുത്തിട്ടാണ് അന്ന് കാലത്ത് വാങ്ങിച്ചത്. 2017 ആണ് ഞാനത് വണ്ടി വാങ്ങുന്നത്. ഒക്ടോബർ കാലഘട്ടം അങ്ങനെ എന്തോ ആണ്. സോ അന്നും ഞാൻ വണ്ടി സ്പ്ലെൻഡർ ഓടിക്കാൻ പഠിച്ചു എന്നൊക്കെ തന്നെയാണ് ശരി. അത് ഒരു 100 cc വണ്ടി, നമ്മൾ അതിൽ നിന്ന് ഒരു 150 cc അപ്ഗ്രേഡ് ചെയ്തപ്പം കുറച്ചും കൂടി പവർ കിട്ടി. പക്ഷേ ഞങ്ങൾക്കൊരു പ്രശ്നം പറ്റിയത്, ആ വണ്ടി വാങ്ങിച്ചു, ഞങ്ങൾ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൽ സർവീസ് ചെയ്തപ്പോഴും ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല. കാരണം ആ വണ്ടിയിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. KSRTC രാവിലെ തന്നെ മോഡയാണല്ലോ. അതിനെങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞങ്ങൾ പൂനെയിൽ തന്നെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ചുമ്മാ ഒരു വീക്കെൻഡിൽ പോയതാ. ഞാനും എൻ്റെ റൂമിൽ തന്നെ ഉള്ള ഞങ്ങളുടെ 2 വണ്ടി, അല്ലാതെ ഞങ്ങൾ വേറെ കൂട്ടുകാരും 2 പേരും കൂടി വരുന്നുണ്ടായിരുന്നു. സോ അവരും കൂടി വന്ന് ചേർന്ന് ഞങ്ങളൊരു 3 വണ്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി. അവസാനം അവിടുന്ന് രക്ഷപ്പെടാൻ പെട്ട പാട്, എൻ്റെ അമ്മോ, പൂനെയല്ലേ നാട്. ഞങ്ങൾക്ക് പല അനുഭവങ്ങളുണ്ട്. അതായത് എനിക്കല്ല, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അനുഭവം. പലവരും ചുമ്മാ വെറുതെ വണ്ടി റോഡിൽ നിർത്തിയിട്ടിട്ട് ആൾക്കാർ വന്ന് അവരുടെ വണ്ടിയിൽ ഇടിച്ചിട്ട് കാശ് അങ്ങോട്ട് വാങ്ങുന്ന ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ ആ സമയത്ത് അവിടുന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഫസ്റ്റ് ആക്സിഡൻറ്റും ബൈക്കിൽ സംഭവിച്ചത് അതാണ്. അത് ഫസ്റ്റ് ഇൻസിഡൻ്റ് ആണെന്ന് മാത്രം പറയുന്നുള്ളൂ. ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് അതൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് വണ്ടി ഒരു സമയത്ത് ഞങ്ങൾ വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് വീക്കെൻഡിൽ എൻ്റെ വേറൊരു ഫ്രണ്ടായിരുന്നു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളൊരു പോയിന്റ് എത്തിയ സമയത്ത് വണ്ടിയിൽ നിന്ന് ഒരു ശബ്ദം വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വണ്ടി പെട്ടെന്ന് ഒരു ബ്രേക്ക് പിടിച്ച പോലെ നിന്ന് ഞങ്ങൾ 2 പേരും കൂടി നിലത്തങ്ങ് വീണു. ഞങ്ങൾ വലിയ സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ബ്രിഡ്ജിൻ്റെ കയറ്റത്തിലായിരുന്നു. സോ അത് നമ്മൾ പോയി കാണിച്ച സമയത്ത് നമ്മുടെ ഹെഡ് പോയി എന്നാണ് പറഞ്ഞത്. വണ്ടിയുടെ പിസ്റ്റൺ ചേഞ്ച് ചെയ്യണം. അത് എങ്ങനെ പറ്റിയെന്ന് ഞങ്ങൾക്കിപ്പോഴും ഒരു വലിയ നിശ്ചയമില്ല. കാരണം നമ്മളിപ്പോൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ചെറിയ ഡിഫക്റ്റ് ഉണ്ടാവാമായിരിക്കും. അതുകൊണ്ടായിരിക്കും ആ പുള്ളി എനിക്ക് വണ്ടി വിറ്റത്. സോ നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ വാങ്ങിച്ചും പോയി. നമ്മൾ ഒരുപാട് ചകഞ്ഞ്, നമ്മൾ വലിയ എക്സ്പേർട്ടൊന്നും അല്ലല്ലോ. നമുക്ക് ഉള്ള അറിവ് വെച്ചിട്ടൊക്കെ നമ്മൾ വണ്ടി നോക്കി വാങ്ങിച്ചു ആ സമയത്ത്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി അങ്ങ് നേരാക്കാൻ കൊടുത്തു. അവിടത്തുള്ള ലോക്കൽ മെക്കാനിക്കിൽ തന്നെയാണ് കൊടുത്തത്. നമ്മളതൊരു ഹീറോൻ്റെ ഷോറൂമിലൊക്കെ അന്വേഷിച്ചു, ഭയങ്കര വില പറഞ്ഞു. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇതിൽ അവർ വണ്ടി ശരിയാക്കി തന്നു. അങ്ങനെ വണ്ടി ശരിയാക്കി. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, വണ്ടി ശരിയാക്കി നമ്മളൊരു 10-500 കിലോമീറ്റർ ഭയങ്കര പതുക്കെ വണ്ടി ഓടിച്ചത്. കാരണം ഒരു പുതിയ വണ്ടി ഓടിക്കുന്ന പോലെ ഓടിച്ചു. പിന്നെ ആ വണ്ടിയിൽ തന്നെ ആയിരുന്നു ഫുൾ പഠിത്തം. ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ബ്രേക്ക് ലൈനർ പോകുന്നതും, അത് ബാക്കിൽ ഡിസ്കൊന്നും അല്ലായിരുന്നു, നമ്മൾ ഡ്രമ്മിൻ്റെ ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെ ലൈനർ ഇടയ്ക്കിടയ്ക്ക് പോകും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ വണ്ടി ആക്സിഡൻ്റ് ആയ സമയത്ത് കുറച്ച് ഹാൻഡിൽ ബെൻഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹാൻഡിൽ ബെൻഡ് മാറ്റി. അവിടെ തന്നെ ബൈക്കിൻ്റെയൊക്കെ 2 വീലേഴ്സിൻ്റെ മാർക്കറ്റ് ഉണ്ട്. സോ അവിടെ പോയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ചീപ്പായിട്ട് അവിടെ കിട്ടുമോ എല്ലാ പാർട്സും. ഫോർ എക്സാമ്പിൾ ബാംഗ്ലൂരിൽ JC റോഡുണ്ട്, അതുപോലെ അവിടെ ഒരു സ്ഥലമുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ പേര് ഓർമ്മയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 2017 ആവണ സമയത്ത് എനിക്ക് ബാംഗ്ലൂരിലേക്ക് മാറേണ്ട ഒരു ആവശ്യം വന്നു. ആ സമയത്ത് MH രജിസ്ട്രേഷൻ വണ്ടി ഞാൻ വിറ്റില്ല. ഞാൻ വണ്ടി ബാംഗ്ലൂരിൽ കൊണ്ടുവന്നു, പൂനെ നിന്ന്. ബാംഗ്ലൂർ പിന്നെ ഓടിക്കാൻ തുടങ്ങി. പിന്നെയാണ് കോവിഡ് വരുന്നത് 2020. ചുമ്മാ നാട്ടിൽ വന്നതായിരുന്നു. നാട്ടിൽ വന്നിട്ട് കുറച്ചധികം സമയം വീട്ടിലിരുന്നു. ആ സമയത്താണ് ലോക്ക്ഡൗൺ എല്ലാം പ്രഖ്യാപിക്കുന്നത്. പിന്നെ അങ്ങ് നാട്ടിൽ ഇരുന്നു പോയില്ലേ. വണ്ടി അവിടെയും ബാംഗ്ലൂർ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ വെച്ചു. അങ്ങനെ കുറേ കാലം ഇരുന്നു. വണ്ടി നാട്ടിൽ കൊണ്ടുവരാനോ ഒന്നും നടന്നില്ല. ഞാൻ അവിടെ അങ്ങനെ വണ്ടി ഇങ്ങനെ ഇട്ടു കുറച്ച് കാലം. അങ്ങനെ വണ്ടി അങ്ങ് കുറച്ച് നശിച്ചു. ഞാൻ എൻ്റെ ബാംഗ്ലൂരിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചാവി അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ വണ്ടി കൈ വെച്ചോ, ഞാൻ ബാംഗ്ലൂർ വരുന്ന സമയത്ത്
വണ്ടി ഇതാക്കാമെന്ന് പറഞ്ഞു. സോ ഇതിൻ്റെ ഇടയ്ക്ക് 2020 ആ ടൈമൊക്കെ ആയപ്പം വണ്ടി മാറ്റണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസിക് ലെജൻസ് ജാവ ലോഞ്ച് ചെയ്യുന്നത് ഇതാക്കുന്നത്. ആ സമയത്ത് റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡ് 350 അത് എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ ഞാൻ നോക്കി അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു ഇത് ഇറങ്ങിയത്. സോ പ്രൈസ് വൈസ് ഇറ്റ് ഈസ് കുറച്ചും കൂടി കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എൻക്വയറിയും കാര്യങ്ങളൊക്കെ നടത്തി, വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തി. ഇഷ്ടപ്പെട്ട വണ്ടി. പിന്നെ അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഏതൊക്കെ വണ്ടിയാണ് നോക്കിയതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതിൽ എനിക്ക് തോന്നുന്നു സ്റ്റാൻഡേർഡ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 350. എനിക്ക് തോന്നുന്നു യമഹയുടെ 250 ഒരെണ്ണം നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വലിയ ഓർമ്മയില്ല കേട്ടോ ഞാൻ ഏതൊക്കെ വണ്ടി ആ സമയത്ത് നോക്കിയത്. തണ്ടർബേർഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബുക്ക് ചെയ്തത് അത് കോയമ്പത്തൂരാണ്. നമ്മുടെ നാട്ടിൽ അന്നും ഷോറൂം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ കോയമ്പത്തൂർ പോയിട്ട് ജാവ ബുക്ക് ചെയ്തു 6 മാസം എന്തോ എടുത്തു വണ്ടി ഡെലിവർ ആവാൻ വേണ്ടി. 2020 ടൈമിലാണ്, 2020 ഫെബ്രുവരി ടൈമിലാണ് വണ്ടി കൈ കിട്ടിയത്. വണ്ടി ഡെലിവറി ചെയ്തതും ലോക്ക്ഡൗൺ ഒരുമിച്ചായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കാറ് സർവീസ് ചെയ്യാൻ വേണ്ടി വന്നതും എല്ലാം ഒരുമിച്ചായിരുന്നു നടന്നുണ്ടായിരുന്നത്. സോ വണ്ടി വാങ്ങിച്ച് ഫസ്റ്റ് സർവീസിന് പോകുന്നതിന് വെറും 100 കിലോമീറ്റർ 150 കിലോമീറ്റർ എങ്ങാണ്ടായിരുന്നു ഫസ്റ്റ് സർവീസിന് തന്നെ പോയത്. ഏകദേശം ഒരു 1.1 ഇയേഴ്സോളം വണ്ടി അധികം ഓടിയിട്ടുണ്ടായിരുന്നു. 3000-4000 കിലോമീറ്ററിൽ മാക്സിമം ഓടിയിട്ടുണ്ടായിരുന്നു. സോ അത് ഭയങ്കര റണ്ണിങ് കുറവായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ലോക്ക്ഡൗണും എല്ലാം റെസ്ട്രിക്ഷൻസ് എല്ലാം മാറി ഇതായി തുടങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ റൈഡിങ് ഗിയേഴ്സ് എല്ലാം വാങ്ങിച്ച് ഓടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് മുമ്പൊന്നും റൈഡിങ് ഗിയേഴ്സ് ഉണ്ടായിരുന്നില്ല. ഒരു ഹെൽമെറ്റ് ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ഗ്ലൗസ്, മറ്റേ പ്രോ ബൈക്കറോ അങ്ങനെ എന്തോ ഇതിൻ്റെ ഒരു നോർമൽ ഗ്ലൗസ് ഇല്ലേ, അതായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ ജാവ വരെയുള്ള നമ്മുടെ സ്റ്റോറി. അത് കഴിഞ്ഞ് ആ വണ്ടി എടുത്തിട്ട് ഞാൻ പോകാത്ത സ്ഥലങ്ങളിൽ, അങ്ങനെയല്ല, നോർത്ത് ഈസ്റ്റ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നടന്നില്ല. നമ്മൾ കുറേ സ്ഥലങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഗോവ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അധികം സ്ഥലങ്ങൾ നമ്മൾ കേരളം മൊത്തത്തിൽ കറങ്ങിയിരിക്കുന്നുണ്ട് ആ വണ്ടിയിൽ. ഈവൻ നോർത്ത് അങ്ങനെ അധികം പോയില്ല, എന്നാലും അറ്റ്ലീസ്റ്റ് എല്ലാ സ്ഥലങ്ങളും പോയിട്ടുണ്ട്. റീസെൻ്റ്ലി ലഡാക്ക് പോയി ആ വണ്ടി തന്നെ. വണ്ടി പോയി വന്നോടനെ തന്നെ ഞാൻ വണ്ടി സെയിലിനിട്ടു. അല്ല, അതിന് മുമ്പേ സെയിലിനിട്ടായിരുന്നു. അതായത് കറക്റ്റ് ടൈമിൽ ഒരാൾ വന്നപ്പം നമ്മൾ വണ്ടി സെയിൽ ചെയ്തു എന്നേ ഉള്ളൂ. വണ്ടി സെയിൽ ചെയ്തിട്ട് ഒരു 2.5 മാസത്തോളം വണ്ടിയൊന്നും ഇല്ലായിരുന്നു കയ്യിൽ. പിന്നെയാണ് നമ്മൾ ഈ ട്രയംഫിൻ്റെ സ്ക്രാംബ്ലർ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു വൈഡ് റേഞ്ച് ഓഫ് വണ്ടികൾ വാങ്ങാനുള്ള ലിസ്റ്റിലുണ്ടായിരുന്നു. ഞാൻ ചില വണ്ടികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുണ്ടാവും. അതായത് കാവാസാക്കിയുടെ വേഴ്സീസ് ഉണ്ടായിരുന്നു, ട്രയംഫിൻ്റെ ടൈഗർ സ്പോർട്ട് 660 ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് ഹയർ റേഞ്ച് ഓഫ് വണ്ടികൾ ഹോണ്ടയുടെ CB500 ഉണ്ടായിരുന്നു. ട്രാൻസാൽപ്പ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു കേട്ടോ അതൊക്കെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് ഡ്രൈവ് ഒന്നും എല്ലാം കിട്ടിയിട്ടില്ല. ഞാൻ ടൈഗർ സ്പോർട്ട് 660 മാത്രം ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊന്നും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കിട്ടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ കാവാസാക്കി ഷോറൂം പോയപ്പം വേഴ്സൺ 650 ഇല്ല, അവിടെ വേഴ്സൺ 1000 ഉള്ളൂ. അതും ഷോ പീസ് മാത്രമേ ഉള്ളൂ. അവരിങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിളായിട്ടുള്ള അവരുടെ ഉണ്ടായിരുന്നില്ല. ഈ ഹോണ്ടയുടെ തന്നെ CB500 അതൊന്ന് അവർ നിർത്തി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അവർ റീലോഞ്ച് ചെയ്തത് NX500. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വണ്ടി അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അത് വണ്ടിക്ക് ടെസ്റ്റ് ഡ്രൈവ് എനിക്ക് കിട്ടിയില്ല. ആ സമയത്ത് തന്നെ ട്രാൻസാൽപ്പ് ഇറങ്ങിയിട്ടായിരുന്നു. ട്രാൻസാൽപ്പ് എടുത്താലോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ ഹയർ CC വണ്ടികൾ എടുക്കുന്നതിൽ ആക്ച്വലി എനിക്ക് ഉപയോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാനിങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊരു ബിഗ് ബൈക്ക് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് അപ്പോഴും എനിക്കത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ട്രാവൽ പാറ്റേൺസും എത്രത്തോളം ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതും, ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ മാത്രമല്ലല്ലോ, നമ്മളൊരു A to B പോയിന്റ് പോകുന്നത്, അത് ലോങ് ഡിസ്റ്റൻസ് പോകുന്നത് മാത്രമല്ലല്ലോ, നമ്മൾ നാട്ടിൽ ഓടിക്കാനും കൂടിയാണ് നമ്മളൊരു വണ്ടി വാങ്ങുന്നത്. സോ ഒരു ബിഗ് ബൈക്ക് വാങ്ങുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ അത് പാർക്ക് ചെയ്യാനും പിന്നെ വണ്ടി കൊണ്ടു നടക്കാനും മൈലേജ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. സോ നമ്മളൊരു ബിഗ് ബൈക്കിലേക്ക് പോകുമ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് ബൈക്ക് എൻ്റെ കയ്യിൽ ലിസ്റ്റിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വേറെ എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മളതിൽ ഹിമാലയൻ 450 ഉണ്ടായിരുന്നു ലിസ്റ്റിൽ, അഡ്വഞ്ചർ 390, അതായത് ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ വണ്ടിയല്ല കേട്ടോ, പഴയ വണ്ടി. അന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ടുണ്ടായിരുന്നു, ഹിമാലയൻ എടുത്തിട്ടുണ്ടായി ഒബിയസ്ലി. പിന്നെ സുസുക്കിയുടെ 250 ഉണ്ടായിരുന്നു.
പിന്നെ പിന്നെ ഞാൻ വേറെ കുറേ റേഞ്ച് ഓഫ് വണ്ടികൾ ഞാൻ ഐ മീൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആഗ്രഹമുള്ള ഒരു ഇത്. സേ ഫോർ എക്സാമ്പിൾ ഇത് നിഞ്ച 650, അത് ഇൻ കേസ് നമുക്കൊരു സെക്കൻഡ്സ് കിട്ടിയാൽ കൊള്ളാമെന്നുള്ളൊരു ഇത്. ഒരുപാട് വണ്ടികൾ അവൈലബിൾ ആണ്, പക്ഷെ എനിക്ക് നല്ല വണ്ടി കിട്ടണം. ചുമ്മാ അങ്ങനെ ഒരു വണ്ടി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, നമുക്കൊരു അത്യാവശ്യം നല്ല വണ്ടി, യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇത് കിട്ടണം, അധികം പണികളൊന്നും വരാതിരിക്കാനുള്ളത്. സോ അങ്ങനെ ഒരു വണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ MT MT-03 ഉണ്ടോ, അവൈലബിൾ ഉണ്ടോ എന്ന് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ആയിരുന്നു അപ്രീലിയുടെ 457 മറ്റേ ഇതിറക്കിയത്. ഡ്യൂക്ക് ഞാൻ നോക്കില്ല കേട്ടോ, 390, കാരണം ഞാൻ അഡ്വഞ്ചർ 390 ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഡ്യൂക്ക് ഞാൻ നേരത്തെ ഓടിച്ചിട്ടുണ്ട്. സ്ക്രാംബ്ലർ എന്നുള്ള കൺസെപ്റ്റ് അപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ സ്പീഡ് വണ്ടി ഉണ്ട്, നമ്മുടെ ട്രയംഫിൻ്റെ തന്നെ സ്പീഡ് ആ സമയത്ത് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ അതെടുത്താലോ എന്നുള്ളൊരു ഇതിലാണ് നമ്മളിങ്ങനെ അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് പോയപ്പം അന്ന് സ്ക്രാംബ്ലർ ഇറങ്ങില്ല, ഫസ്റ്റ് ഇറങ്ങിയ സ്പീഡായിരുന്നു. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. കാലെത്തുന്നുണ്ട്, പിന്നെ മെന്യൂറബിൾ ആണ് ഭയങ്കരമായിട്ട്, അത്യാവശ്യം നല്ല അജൈലുമാണ് വണ്ടി. എനിക്കത് ഓടിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൽ തന്നെ കുറച്ച് ടെക് ലോഡറാണ് സാധനം വണ്ടി. കുറച്ച് റെയിൻ മോഡ്സും കാര്യങ്ങളൊന്നും ഇല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അറിയായിരുന്നു സ്ക്രാംബ്ലർ ഇറങ്ങുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം, അതായത് എനിക്ക് തോന്നുന്നു ഈ സ്ക്രാംബ്ലർ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ അതിൻ്റെ ക്യാമഫ്ലാഷ് ചെയ്ത ഒരുപാട് പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ബജാജും ട്രയംഫും കൂടി ഉള്ളൊരു കൊളാബറേഷനിൽ സ്ക്രാംബ്ലർ ഇറങ്ങുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ അന്ന് ഈ പേജുകളിലൊക്കെ നമ്മൾ കാണുമായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്പൈ ഷോട്ട്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ വേറൊരു ന്യൂസും കൂടി വന്നു, ഹീറോവും ഹാർലി ഡേവിഡ്സണും കൂടിയിട്ടുള്ള ഒരു കൊളാബറേഷനിൽ ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതും നമുക്കൊരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് കുറച്ചും കൂടി ഒരു താല്പര്യം തോന്നുന്നത് സ്ക്രാംബ്ലറിലായിരുന്നു. അപ്പോൾ സ്ക്രാംബ്ലർ ഇറങ്ങിയ സമയത്ത് തന്നെ നാട്ടി വെച്ചിട്ടാണ് കേട്ടോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. ആ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വണ്ടി. ആ ഇനീഷ്യൽ ടോർക്കും പുള്ളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയാമല്ലോ, നമ്മൾ വണ്ടി ഒരുപാട് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി അതിലൊരു മെച്യൂരിറ്റി വരും. അതായത് പലപ്പോഴും സ്പീഡല്ല നമുക്ക് വേണ്ടിയിരുന്നത്. എല്ലാവരും ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്ന സമയത്തുള്ളൊരു പ്രധാന തെറ്റ്, വണ്ടി കൈ കൊടുക്കും, ഭയങ്കര സ്പീഡിൽ പോകും, തിരിച്ചു വരും, വണ്ടി സ്പീഡുണ്ട്, ഇതാണ് നോക്കുന്നത്. സോ സ്പീഡ് എന്ന് പറയുന്നത് നോക്കണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ സ്പീഡ് മാത്രമല്ല നോക്കേണ്ടത്. വണ്ടിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ സസ്പെൻഷൻ, അതിൻ്റെ മെന്യൂറബിലിറ്റി, അല്ലെങ്കിൽ എത്രത്തോളം വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു കുന്നിലോ ചരിവിലോ ഒക്കെ കൊണ്ടുപോയി നിർത്തിയിട്ട് വണ്ടി തിരിച്ച് ഇറക്കണ സമയത്തോ അല്ലെങ്കിൽ കയറുന്ന സമയത്തോ നമുക്കത് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ചില സമയത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ, ഞാൻ ജാവ എടുക്കുന്ന സമയത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തൊരു വണ്ടിയായിരുന്നു ഡോമിനാർ. കുറച്ച് മുമ്പ് പറയാൻ എനിക്കത് വിട്ടുപോയതാണ്. അന്ന് എനിക്ക് ആ വണ്ടിയിൽ തോന്നിയ ഒരേ ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെയിറ്റാണ്. ഭയങ്കര ടോപ്പ് ഹെവി ആയിട്ടുള്ള ഒരു വണ്ടി, ഭയങ്കരമായിട്ട് വെയിറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതുകൊണ്ടാണ് ആ വണ്ടി ഉപേക്ഷിച്ചത്. സോ സെക്കൻഡ് ടൈം ഈ നമ്മുടെ സ്ക്രാംബ്ലർ എടുക്കാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഡോമിനാർ കംപ്ലീറ്റ്ലി ആ ലിസ്റ്റിൽ നിന്ന് മാറ്റി. സോ നമ്മളിങ്ങനെ നമ്മുടെ പോയിന്റ്സ്, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള പോയിന്റ്സ് നമ്മൾ എഴുതിയെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ കിട്ടും. അത് വെച്ചിട്ടാണല്ലോ നമ്മൾ വണ്ടി ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബൈയിങ് ഡിസിഷനാണ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൂടുതൽ അലൈൻഡ് ആയിട്ട് എനിക്ക് തോന്നിയത് സ്ക്രാംബ്ലർ തന്നെയാണ്. ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു, വൈ ഐ ചോസ് സ്ക്രാംബ്ലർ എന്ന് പറഞ്ഞിട്ട്. സോ ബേസിക്കലി അതൊരു റിവ്യൂ വീഡിയോ അല്ല. അത് ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് ഞാൻ എന്തുകൊണ്ട് സ്ക്രാംബ്ലർ ചൂസ് ചെയ്തു. അതായത് ജാവയിൽ നിന്ന് ഒരു ക്രൂസർ ബൈക്ക് വണ്ടിയിൽ നിന്ന് എനിക്കൊരു ജമ്പ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ പവറിൽ ജമ്പ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എനിക്ക് ജമ്പ് വേണ്ടിയിരുന്നത് വേറെ കുറേ സാധനങ്ങളിലായിരുന്നു. സേ ഫോർ എക്സാമ്പിൾ ഗ്രൗണ്ട് ക്ലിയറൻസ് വേണമായിരുന്നു, നമുക്ക് സസ്പെൻഷൻ, പിന്നെ സീറ്റ്, പിന്നെ വണ്ടിയുടെ എന്താ പറയുക ഓവറോൾ ലുക്സ്, വണ്ടിയുടെ ക്വാളിറ്റി, മെയിനായിട്ട് ക്വാളിറ്റി ഭയങ്കരമായിട്ടുള്ളൊരു കൺസേൺ ആയിരുന്നു ജാവയുടെ.
അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഫാക്ടേഴ്സൊക്കെ നമ്മൾ വെച്ചിട്ടാണല്ലോ നമ്മൾ നെക്സ്റ്റ് വണ്ടി ചൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ബയ്യിങ് ഡിസിഷനാണ് ഞാൻ ആ വീഡിയോയിൽ ആക്ച്വലി പറഞ്ഞത്. എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ. സോ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്ക്രാംബ്ലർ ചൂസ് ചെയ്തത്. പിന്നെ എന്താ പറയുക, നമ്മുടെ പഴയ ഹങ്ക് ഞാൻ റീസെൻ്റ്ലി ആണ് വിറ്റത്. ഒരു കൊല്ലം മുമ്പാണ് ഞാൻ വിറ്റത്. കാരണം ഞാൻ ബാംഗ്ലൂർ തിരിച്ച് പോയപ്പം എൻ്റെ ആ കൂട്ടുകാരൻ്റേത് ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി എടുത്തോളാം പറഞ്ഞ് വണ്ടി എടുത്തു. പക്ഷേ ആ വണ്ടി ഒരു അത്യാവശ്യം മോശം സിറ്റുവേഷനിലായിരുന്നു. അതിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഫ്ലാറ്റിൽ കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ട് വണ്ടി വെറുതെ വെച്ചായിരുന്നു. അങ്ങനെ കാറ്റ് പോയി, അങ്ങനെ കുറച്ച് ഇത് വന്നു. വണ്ടി വിൽക്കണോ എന്നുള്ളൊരു ഇതിൽ വന്നു. ഓക്കെ, നമ്മൾ വണ്ടി വിറ്റ് കളയാം, കാരണം നമുക്ക് 2 വണ്ടിയും കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇല്ല. സോ ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു വലിയൊരു ഇതൊന്നുമല്ല, വീഡിയോ ഒന്നുമല്ല, മോട്ടോർ സൈക്കിൾ സംബന്ധമായിട്ടുള്ള ഒരു ജേർണി പറഞ്ഞു എന്നേ ഉള്ളൂ. സോ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക, കാരണം സബ്സ്ക്രൈബിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.